ഡിയർ സ്റ്റുഡൻസ്, ഇക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ വീഡിയോ ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാം. ആദ്യമായി ഭൂപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്നതാണ്, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു ജമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. എന്നാൽ ജമീന്ദാരി സമ്പ്രദായത്തിലൂടെ കർഷകരുടെ ദുരിതം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കാരണം കർഷകരിൽ നിന്നും ഭീമമായ തുക നികുതിയായി പിരിച്ചെടുക്കാൻ ബാധ്യസ്ഥതയുള്ള ഇടനിലക്കാരായിരുന്നു ഈ ജമീന്ദാർമാർ. ഇവർ കർഷകരെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കർഷകരുടെ അവസ്ഥ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാവുകയുണ്ടായി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ നടത്തുവാൻ ഇന്ത്യയിലെ നയകർത്താക്കൾ തയ്യാറായി. അതിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വരുത്തിയ 2 പരിഷ്കാരങ്ങളാണ്, ഒന്ന് ഭൂപരിഷ്കാരവും മറ്റൊന്ന് ഹരിത വിപ്ലവവും. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ വരുത്തിയ പ്രധാനപ്പെട്ട 2 നയങ്ങളാണ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവവും ഭൂപരിഷ്കാരവും. അതിൽ എന്താണ് ഭൂപരിഷ്കാരം എന്നത് ഒന്ന് നോക്കാം. ലാൻഡ് റിഫോംസ് അതായത് ഭൂമിയുടെ വിതരണത്തിൽ നീതി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂപരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടപ്പാക്കാൻ തുടങ്ങിയത്. ഭൂമിയിൽ കഷ്ടപ്പെടുന്ന കർഷകന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കുകയാണെങ്കിൽ ഉൽപ്പാദനക്ഷമത, അതായത് ആ കൃഷിഭൂമിയിലെ ഉൽപ്പാദനം വർദ്ധിക്കുകയും അതുവഴി കർഷകരുടെ അവസ്ഥ മെച്ചപ്പെടുമെന്നും കരുതിയാണ് ഭൂപരിഷ്കാരം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിയത്. ഈ ഭൂപരിഷ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലെയുള്ള കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നതാണ് ഭൂപരിഷ്കാരത്തിൻ്റെ ഒരു ലക്ഷ്യമായി പറയുന്നത്. മറ്റൊന്ന് സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. അതായത് പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കുകയാണെങ്കിൽ ആ ഭൂമി സർക്കാർ പിടിച്ചെടുക്കുകയും ആ അധികം വന്ന ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുകയും ആ പരിധിയിൽ കൂടുതൽ കൈവശം വെക്കുകയാണെങ്കിൽ അത് സർക്കാർ പിടിച്ചെടുത്ത് പാവപ്പെട്ട ഭൂരഹിതർക്ക്, അതായത് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുകയും വിതരണം ചെയ്യും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ്. ഇതൊക്കെ ഭൂപരിഷ്കാരത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ്, അല്ലെങ്കിൽ ഭൂപരിഷ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ. മറ്റൊന്ന് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ്. അതായത് സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക. കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അതായത് 1950 മുതലുള്ള കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് ഭൂപരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപരിഷ്കാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. രണ്ടാമത്തെ പോയിൻ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം
സീലിംഗ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. മൂന്നാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ്, മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക. ഫോർത്ത് വൺ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫാമിംഗ്, സഹകരണ അടിസ്ഥാനത്തിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇത്രയുമാണ് ഭൂപരിഷ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.